പുരുഷന്മാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന വ്യാജ പോക്സോ കേസുകൾക്കെതിരെ പുരുഷ കമ്മീഷൻ അനിവാര്യമെന്ന് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ. താനിപ്പോൾ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണെന്നും ഹൈക്കോടതിയെ സമീപിച്ച് തന്റെ കേസിലും സമാനമായ കേസിലും വ്യാജ പ്രതികൾക്കെതിരെ ഫ്രെയിംവർക്ക് ഉണ്ടാക്കണമെന്ന പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജാമ്യമില്ലാത്ത വകുപ്പ് ചാർജ് ചെയ്യപ്പെട്ട ഒരു കേസിലെ പ്രതിയാണ് ഞാൻ. ഇന്നലെ പോലീസ് എനിക്കെതിരെ FIR ഇട്ടിരുന്നു. ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് പോലീസിന് ഏത് നിമിഷം അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് പ്രസ് മീറ്റ് നടക്കുമെന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. നടക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. കാര്യം എൻ്റെ കാര്യം മാത്രമല്ല, 3 പേരുടെ കാര്യം കൂടെ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഒന്ന്, ഈ വ്യാജ പോക്സോയുടെ ഇരയായ ശ്രീ മുകേഷ് നായർ, കേരളത്തിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രമുഖനായ ഒരു ഇൻഫ്ലുവൻസറാണ്. ഇദ്ദേഹത്തിന് അനുകൂലമായി പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രീ മുഹമ്മദ് അലി, ശ്രീ സമീദിന്റെ അച്ഛനാണ്. സമീദ് ഇതേപോലെ വ്യാജ ബലാത്സംഗ ആരോപണം നേരിട്ട് പോലീസിന് അനുകൂലമായ റിപ്പോർട്ട് ലഭിച്ചതാണ്. അതായത് കടം കൊടുക്കുന്നതിന്റെയും പലിശ അടയ്ക്കുന്നതിന്റെയും പേരിലുണ്ടായ തർക്കത്തിൽ ഈ പലിശക്കാരൻ സ്വന്തം ഭാര്യയെ സമീദ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് വ്യാജ കേസ് കൊടുത്തു. അവസാനം സമീദിന് അനുകൂലമായി വന്നു. സമീദിനെയും ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസിന് ഇടയിൽ ഒന്ന് വിളിക്കും. സമീദ് ഇപ്പോൾ ദുബായിലാണ്. ശ്രീ മൻസൂറിനെതിരെയും ഇതേപോലെ വ്യാജ പരാതി, അതായത് നമ്മുടെ സമീദിനെതിരെ കൊടുത്ത അതേ ആള് തന്നെ വ്യാജ പരാതി ഇതേപോലെ കാശിന്റെയും പലിശയുടെയും പ്രശ്നത്തിൽ കൊടുക്കുകയും 3 വർഷം മുമ്പ് കൊടുക്കുകയും മറ്റും ചെയ്തിരുന്നു. അങ്ങനെ 90 ദിവസത്തോളം പുള്ളി ഒളിവിലായിരുന്നു. പുള്ളി ഒരു ഡെയിലി വേജ് വർക്കറൊക്കെ ആണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാദറുമാണ്, മനാഫുമാണ് ഉള്ളത്. അപ്പോൾ ഇത് തെളിയിക്കപ്പെട്ട വ്യാജ പരാതികളാണ് കേട്ടോ. അതായത് ആലങ്കാരികമായി ഇനിയും ആരോപണ വിധേയരല്ല, പോലീസ് തെളിയിച്ച, പോലീസ് റിപ്പോർട്ട് കൊടുത്ത കേസിലെ യഥാർത്ഥത്തിൽ ഇരകളും ഒരർത്ഥത്തിൽ അതിജീവിതന്മാരുമാണ്. ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീലിംഗത്തിനൊരു പുല്ലിംഗം ആവശ്യമുണ്ടല്ലോ. അതിജീവിത എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന ഒരു സ്ത്രീലിംഗമാണ്, ബഹുമാനാർഹമായ ഒരു പദമാണ്. ആ അതിജീവിത എന്ന സ്ത്രീലിംഗത്തിന്റെ പുല്ലിംഗമായ അതിജീവിതന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ആദ്യം നിങ്ങളുടെ എല്ലാം കയ്യിൽ തന്നിരിക്കുന്ന പോലെ വ്യാജ കേസുകൾ വ്യാപകമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രീ ആനന്ദ് വിശ്വനാഥൻ എന്നൊരു സാറിന്റെ കേസ് കണ്ടു. 3 വർഷം ജയിലിൽ കിടന്നു, 11 വർഷം നിയമപോരാട്ടം നടത്തി. നമുക്കതൊരു വാർത്ത മാത്രമാണ്. ആ ആനന്ദ് വിശ്വനാഥൻ നമ്മളായിരുന്നെങ്കിലും 3 വർഷം എന്താ കോപ്പി അടിച്ചതിന് പിടിച്ചു. കൗണ്ടർ പരാതി തയ്യാറാക്കി അവർ ആദ്യം കൊടുത്തു. അങ്ങനെ അദ്ദേഹം 3 വർഷത്തോളം ജയിലിൽ കിടന്നു, 11 വർഷം നിയമപോരാട്ടം നടത്തി. നമ്മുടെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം, അവിടുത്തെ ഒരാളെ ഇതേപോലെ ഹണി ട്രാപ്പിൽ കുടുക്കി 45 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോ പോലീസ് സത്യം കണ്ടെത്തി ആ ഹണി ട്രാപ്പിൽ കുടുക്കിയവരെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയുടെ ജീവിതത്തിലെ 45 ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ, കുട്ടികൾ, അവർക്കുണ്ടായ വിഷമം, വേദന, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലാത്തതിന്റെ കാരണം നമ്മുടെ നാട്ടിൽ വളരെ ലോപ്പ് സൈഡഡ് ആണ് ഈ നിയമങ്ങൾ. ഇപ്പൊ എനിക്കെതിരെ കുമാരി റിനി പരാതി കൊടുത്തു. നിങ്ങൾ അറിയുമ്പോൾ, ഒരുപക്ഷെ റിനിയുടെ പരാതി വല്ലതും കണ്ടു കാണും. നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും. റിനി എനിക്കെതിരെ പരാതി കൊടുത്തത് ഡിഫമേഷൻ ആണ്, അതായത് റിനി അപകീർത്തിപ്പെടുത്തിയതാണ്. പോലീസ് എനിക്കെതിരെ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് IT ആക്ടിലെ 67 ആണ്. ഒബ്സീൻ കണ്ടന്റ് ഇതിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ അറിയാമോ? ഡിഫമേഷൻ ബെയിലബിൾ ആണ്, പക്ഷെ 67 ബെയിലബിൾ അല്ല. അതുകൊണ്ട് ബെയിലബിൾ അല്ലാതെ 2 ദിവസം പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ അയ്യപ്പ സംഘടന അറസ്റ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആ ദിവസത്തോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യുമായിരിക്കും. കാര്യം അങ്ങനെ ആകുമ്പോൾ 2 ദിവസം ജയിലിൽ കിടക്കും. ശനിയും ഞായറും ആണെങ്കിൽ പിന്നീട് ബെയിൽ കിട്ടാൻ പിന്നീട് മൂവ് ചെയ്യാൻ കഴിയും. റിനി തന്നെ വ്യാജ പരാതി കൊടുത്തതാണ്. റിനിക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പക്ഷെ റിനിയുടെ പരാതിയിൽ ഒരു വരി, പ്രത്യേകിച്ച് 2 വരിയാണ് എന്നെ കുറിച്ചുള്ളത്. രാഹുൽ ഈശ്വർ, ചില യൂട്യൂബർമാർ എനിക്കെതിരെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ രാഹുൽ ഈശ്വർ പബ്ലിഷ്ഡ് എ ഡിഫേമിംഗ് വീഡിയോ ടു മീ. ആ പരാതി പലരും കണ്ടു കാണും. റിനി ഏത് വകുപ്പാണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്? എന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന വകുപ്പാണ്. പോലീസ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് IT ആക്ട് 67 ആണ്. കാര്യം എന്താ? ഒരു ദിവസം അറസ്റ്റ് ചെയ്താലേ പോലീസിനൊരു ഗുമ്മുള്ളൂ. അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അപകീർത്തി എന്ന് പറയുന്ന ഡിഫമേഷൻ BNS പ്രകാരം ബെയിലബിൾ ആണ്, മറ്റേത് നോൺ ബെയിലബിൾ ആണ്. ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ തട്ടിപ്പാണ്, അല്ലെങ്കിൽ വ്യാജമായി നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഹരാസ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ഇത് ചെയ്യാൻ പോലീസുകാർക്ക് മനസ്സ് വരുന്നത് നിങ്ങൾ മീഡിയയുടെ അടക്കം പ്രശ്നമുള്ളതുകൊണ്ടാണ്. കാര്യം മീഡിയക്കാരുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കാണിക്കണം. പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ് പോലീസിന് എനിക്കെതിരെ ഉള്ളത്. പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ്. ആ പെൺകുട്ടിയെ ചില ആൾക്കാർ മോശമായി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് പോലീസ് 35 BNS 35 ഇട്ടിട്ടുണ്ട്. 35 എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു ഉദ്ദേശത്തോടെ, കോമൺ ഉദ്ദേശത്തോടു കൂടി ഒരാളെ ആക്രമിച്ചു എന്നുള്ളതാണ്. ലോകത്തിലെ പല സ്ഥലത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ എനിക്ക് മോശം മെസ്സേജ് അയച്ച് ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ്?
അതായത് മിനിമം നിയമത്തിന്റെ ബാലപാഠം ഉണ്ടാകണമെങ്കിൽ ഒരു കോൺസ്പിറസിയോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരു ആക്ട് വേണം. അതായത് ഞങ്ങൾ സംഘം ചേർന്ന് നിന്ന് ഒരു പെൺകുട്ടിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ച് ആ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തി ഇരിക്കട്ടെ, ഞങ്ങളുടെ കോമൺ ആക്ട് ആണ്. വ്യത്യസ്ത സമയങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ റിനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു, മറ്റു പലരും ഉന്നയിച്ച് കാണാനില്ലായിരിക്കാം. ഇതിനെയെല്ലാം കൂടെ കോമൺ ഇന്റന്റിന്റെ ക്ലോസിൽ എങ്ങനെ വരും? പിന്നെ 120O കോസിംഗ് അനോയൻസ്, അതിലൊന്നും നോൺ ബെയിലബിൾ ഇല്ല. 66A സുപ്രീം കോടതി റദ്ദാക്കി. ഇതേപോലെ മിസ്യൂസ് ചെയ്യുന്നത് കണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 66A സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പൊ നമ്മുടെ പോലീസ് എന്ത് ചെയ്തു? 67 എടുത്തു. വളരെ വേഗമായിട്ടുള്ള വകുപ്പുകൾ വെച്ച് ഒബ്സീൻ മെറ്റീരിയൽ ഇതിലൂടെ പ്രചരിപ്പിച്ചു. എനിക്കെതിരെ ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ ആണ്, അതെങ്ങനെ ഒബ്സീൻ മെറ്റീരിയൽ ആവും? കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ വകുപ്പ് എക്സ്പ്ലെയിൻ ചെയ്താൽ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിയലും ഒബ്സീൻ മെറ്റീരിയലുമാണ്. റിനിക്കെതിരെ സാമൂഹിക വിമർശനം പറഞ്ഞതിന് നോൺ ബെയിലബിൾ ഒഫൻസ് വരാൻ റിനി മദർ തെരേസ വല്ലതുമാണോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ? ഇത് തന്നെയാണ് ഹണി റോസ് എനിക്കെതിരെ കൊടുത്തത്. പോലീസ് ആദ്യം ഹണി റോസിനോട് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, രണ്ടാമത് നിയമോപദേശം എടുത്തു, ഇപ്പോഴും കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, മൂന്നാമത് പോലീസ് എന്ത് ചെയ്തു? അതേ പരാതിയിൽ എനിക്കെതിരെ ഇതേപോലെ കേസെടുത്തു. ഇതുകൊണ്ടാണ്, ഇനി ഇവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് വരാം, ഇതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും ഇത് ഞങ്ങൾ പുരുഷ കമ്മീഷന് വേണ്ടി നടത്തിയ നീക്കമാണ്. അതിൽ കോടതി വിധികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് കേരള നിയമസഭ, ഇത് എന്റെ വീട്ടിൽ പ്രിന്റ് ചെയ്തതല്ല, കേരള നിയമസഭ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബിൽ നമ്പർ 246 പുരുഷ കമ്മീഷൻ കൊണ്ടുവരുന്നതിന്റെ ബില്ലാണ്. ഇത് കഴിഞ്ഞ 6 മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുമതി കൊടുത്തതാണ് ഇത് അവതരിപ്പിക്കാൻ. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റാത്തത്. ഞാനിത് ആരോപണമായിട്ടൊന്നും ഉന്നയിക്കുന്നതല്ല, അതിന്റെ തെളിവുകളടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ പേജ് മറിച്ചു നോക്കിയാൽ MLA നമ്മുടെ സ്പീക്കറിന് കൊടുത്ത ലെറ്റർ കാണാം. അതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ അവതരിപ്പിക്കാനുള്ള തീയതിയും അദ്ദേഹത്തിന് ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അത് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ആ കാര്യം കഴിഞ്ഞ 5 മാസമായി ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാനെങ്കിലും ഒരു ഇടമുണ്ട്. നാളെ ഒരു മനാഫോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ, അല്ലെങ്കിൽ നാളെ ഒരു മുഹമ്മദ് അലിയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ, മുകേഷ് നായരോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ, രാഹുൽ ഈശ്വറോ എന്റെ കുടുംബത്തിനോ എതിരെ പരാതി വന്നാൽ പോകാനൊരു സ്ഥലമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയ പോലീസുകാർ അപ്പം പിടിച്ചേർത്തിടും. കാര്യം പോലീസുകാർക്ക് എളുപ്പമുണ്ട്, പോയിട്ട് അവിടെ പോയി പിടിക്കണ്ടല്ലോ, ഇങ്ങോട്ട് വരികയാണെന്നുള്ള. ശ്രീ മുകേഷ് നായരുടെ കേസുകളിൽ പലരും കേട്ട് കാണും. 8 10 പെൺകുട്ടികളോട് അനുവദിച്ച് 10-15 പേര് നിൽക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഒരു ആൽബത്തിൽ അഭിനയിച്ചതാണ്. ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസറിന്റെ വിഭാഗത്തിലുള്ള ശത്രുക്കൾ ഇദ്ദേഹത്തിനോട് എതിർപ്പുള്ള ആൾക്കാർ കൊണ്ടുപോയി ഇദ്ദേഹത്തിനെതിരെ പോക്സോ കേസ്. ഈ കേസുകൾ എന്തെങ്കിലും തീരുമോ? അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ എന്റെ സുഹൃത്തും എന്റെ സീനിയറുമായിരുന്നു ഡോക്ടർ അരുണിനെതിരെ വ്യാജ പോക്സോ കേസ് കൊടുത്തു. അരുൺ ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. തേർഡ് പാർട്ടി പരാതി. ഈ ലോകത്ത് അങ്ങനെ വേറൊരു ഉടായിപ്പുണ്ടോ? തേർഡ് പാർട്ടി പരാതി. അതെന്താണ് ഈ തേർഡ് പാർട്ടി പരാതി? ആ പരാതിക്കാരന് പ്രശ്നമില്ല, അല്ലെങ്കിൽ പരാതിക്കാരന്റെ പ്രശ്നമോ കാര്യമോ ഇല്ല, കംപ്ലൈന്റിനോ അക്യൂസിനോ ഇല്ല. തേർഡ് പാർട്ടി ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പരാതി കൊടുക്കുക? എന്താണ് ഈ തേർഡ് പാർട്ടി ഗർഭം? തേർഡ് പാർട്ടി ഗർഭചിത്ര പരാതിയുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റെന്റ്, അതായത് സാധാരണ ഭാഷയിൽ ഉടായിപ്പെന്നും നല്ല പോളിഷ്ഡായ ഭാഷയിൽ ലീഗൽ ഹരാസ്മെന്റും ഈ നാട്ടിലെ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് നടക്കുകയല്ലേ. ഇത് തടയാൻ 2 പേർക്കേ കഴിയൂ. ഒന്ന് കോടതികളാണ്, 2 മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ റേസ് ചെയ്യുമ്പോൾ പോലീസുകാരുടെ മേലും രാഷ്ട്രീയക്കാരുടെ മേലും സമ്മർദ്ദം ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിലിന് അവന്തിക അങ്ങോട്ട് വിളിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ഫോൺ വിളിച്ച് 8:24 അവന്തിക അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. നിങ്ങളെ കൊടുക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. എന്നെയും വിളിച്ചു. ഞാൻ ആ ശ്രീന മാഡത്തോട് സംസാരിച്ചു. CPA കാരിയായ ശ്രീന മാഡത്തെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ പരാതി ഉണ്ടോ, കൊടുക്കാൻ പറ്റുമോ? പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു കിടക്കാൻ ഈ സാധനം കയ്യിലുണ്ടോ എന്ന് നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും ചോദിച്ചു കിടക്കുന്നത് പോലെ പുറകെ നടക്കുക. കാര്യം എന്താ? അങ്ങനെ പരാതി വന്നാൽ വേറെ ആരോപണങ്ങളൊന്നും വേണ്ട, അതിശക്തമായിട്ട് ഇതുമായിട്ട് മുമ്പോട്ട് പോകാം. ഇന്ന് നമ്മുടെ വൈപ്പിൻ MLA-യും മറ്റേ ടീച്ചറിനെതിരെ പരാതി ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞു, ഇതൊരു അവസരമാണ്, നമ്മുടെ CPM-കാർക്കെതിരെ നിങ്ങളൊന്ന് ഞടിക്കാൻ കിട്ടിയ അവസരമാണ്. ഞാൻ പറഞ്ഞു, എന്തൊരു നെറുകേടാണ് നമ്മൾ കാണിക്കുന്നത്. ആ സ്ത്രീക്കോ ഹസ്ബൻഡിനോ അവർക്കെതിരെ വ്യാജ പ്രചരണം നടക്കുകയാണ്. അവരത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇത് ഉപയോഗിക്കുകയാണ്. ഈ ഉപയോഗം നിർത്താൻ നമുക്കായില്ലെങ്കിൽ നമ്മൾ ആരും സേഫ് അല്ല. നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവരുടെ ജീവിതം, ജോലി, ശമ്പളം
തുടങ്ങിയ കാര്യങ്ങൾ എന്നേക്കുമായി അഫക്റ്റഡ് ആവും. ഇനി ഇവരുടെയും കൂടെ സംക്ഷിപ്തമായി ഇവരുടെയും കൂടെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാം. കുട്ടിക്കൽ ജയചന്ദ്രന്റെ സംഭവം കൂടി സൂചിപ്പിച്ചതിന് ശേഷം, കാര്യം അതിൽ ഞാനും ഇൻവോൾവ് ആയതുകൊണ്ടാണ്. കുട്ടിക്കൽ ജയചന്ദ്രൻ 6.5 മാസം സമീത് 6.5 മാസം കുട്ടിക്കൽ ജയചന്ദ്രൻ, സമീത് ഒന്ന് ഹോൾഡ് ചെയ്യണം, സമീതിന്റെ സ്പീക്കറില്ല. 6.5 മാസം കുട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിലായിരുന്നു. 6.5 മാസം. അവസാനം സുപ്രീം കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിന് അനുകൂലമായി ജാമ്യം കിട്ടിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ സെറീന ഒരൊറ്റ വ്യക്തി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ കഴിഞ്ഞത്. അവരുടെ കുടുംബ പ്രശ്നമാണ്. പുള്ളിക്കെതിരെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു നിന്ന് പോക്സോ കേസ് കൊടുത്തു. ജീവിതം, ശമ്പളം, ജോലി, ഇത്ര ഒരുപാട് കാര്യങ്ങളില്ലേ. ഈ കേസുകൾ എന്തെങ്കിലും ആയി നിങ്ങൾ പിന്നീട് ചിന്തിക്കാറുണ്ട്? ശ്രീ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ അടക്കം പോയി 35-40 ലക്ഷം രൂപ ചെലവായി കാണും. നമുക്കത് പറ്റുമോ? നമ്മൾ സാധാരണക്കാർക്ക് ആർക്കെങ്കിലും അങ്ങനെ സുപ്രീം കോടതിയിൽ പോയി 40 ലക്ഷം രൂപ ചെലവാക്കി ജാമ്യം എടുക്കാൻ പറ്റുമോ? നമ്മൾ ജയിലിൽ കിടക്കും. എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പോക്സോ പ്രതിയാകും. ഈ കേസുകൾ പോലീസ് അവസാനിപ്പിക്കുകയില്ല, നിരന്തരമായിട്ട് തുടർന്നു. ചോദിച്ചാൽ എന്താ പറയുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ അന്വേഷിക്കാനാണ് പോലീസ്? ഇപ്പൊ എനിക്കെതിരെ മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ മൂവി ആയിരിക്കും പോലീസ്. അന്വേഷിക്കാൻ എന്ത് അന്വേഷിക്കാനാണ്? ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. പോലീസ് എന്തോ അന്വേഷിക്കാനാണ്? എന്ത് അന്വേഷിക്കാനാണ് പോലീസ്? പക്ഷേ 2 ദിവസം ഒന്ന് ജയിലിൽ കിടത്തണം. ജയിലിൽ കിടത്തുമ്പോൾ ചാനലുകളിൽ കണ്ടോ സ്ത്രീകളെ അധിക്ഷേപിച്ചു, സ്ത്രീകളുടെ മാനാപമാനങ്ങൾക്കും വില പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ തമാശ, പോലീസ് ആ സെക്ഷൻ പോലും ഇട്ടിട്ടില്ല. പോലീസ് ഇട്ടത് 67 മാത്രമാണ്. ഈ അന്യായം, അനീതി നമുക്ക് അവസാനിപ്പിക്കണം. നമുക്ക് അവിടെ നിന്ന് ദുബായിൽ നിന്നാണ് സമീത് ഉണ്ട്. സമീത ഞാനൊന്ന് സ്പീക്കറിലിടാം. സ്പീക്കറിലിടാം. സമീത് ഇല്ല, അതുകൊണ്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. സമീത് പറയാനുള്ളത് സംക്ഷിപ്തമായിട്ടൊന്ന് പറഞ്ഞോളൂ. അദ്ദേഹം ദുബായിലാണ്. അദ്ദേഹമാണ് ഈ വ്യാജ കേസിൽ പെട്ടത്. വളരെയധികം പോരാടി അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും. സമീത കേൾക്കാമോ? സമീത് പറഞ്ഞോളൂ. എന്റെ പേര് സമീത് എന്നാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാനൊരു കഴിഞ്ഞ 8 മാസം മുന്നേ കരായക്കുറുത്തി വീട്ടിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ചിലൊരു സാമ്പത്തിക പ്രശ്നത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇതിൽ ഒരു അമിത പലിശ കൈപ്പറ്റിയതിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ട് ഞാൻ പോരാടി. ഞാൻ അദ്ദേഹത്തിനെതിരെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അമിത പലിശയെ ചോദ്യം ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ലൈലയെ കൊണ്ട് അന്നേ ദിവസം തന്നെ അദ്ദേഹം സ്റ്റേഷനിൽ എത്തുകയും എനിക്കെതിരെ അദ്ദേഹം ബലാത്സംഗ കേസ് കൊടുപ്പിക്കുകയും ചെയ്തു. ഭാര്യ ലൈലയെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എനിക്കെതിരെ എഫ്ഐആർ ഇടിപ്പിച്ചു. ഇപ്പൊ കേസിന്റെ സിറ്റുവേഷൻ എന്താ? ഇപ്പൊ കേസിന്റെ സിറ്റുവേഷൻ അവര് കേസ് അന്വേഷിച്ചു. അവർക്ക് മനസ്സിലായത് കള്ളക്കേസാണെന്ന് മനസ്സിലായി. കാരണം 2022 സമാനമായ രീതിയിൽ മനാഫ് മൻസൂർ എന്ന് പറഞ്ഞ വ്യക്തികൾക്കെതിരെ ഇതേ ലൈലയും ഈ ഉബൈദിന്റെ ഭാര്യ മാതാവായ ഫാത്തിമ ബീവിയും ഇതേപോലെ തന്നെ കള്ള പരാതി കൊടുത്തിട്ടുണ്ട്, വ്യാജ പീഡന കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിന്റെ ഒടുവിൽ ഫൈനലി ഇപ്പൊ കേസ് കള്ളക്കേസാണെന്ന് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. കോടതിയുടെ മറുപടിക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യണം. BNS 248-217 പ്രകാരം ആ സ്ത്രീക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടി. താങ്ക് യു സമീത, താങ്ക് യു. ഞങ്ങൾ വിളിക്കാം കേട്ടോ. താങ്ക് യു. ഇനി അങ്ങനെ വ്യാജ പരാതിക്കാരൻ അമ്മയെ വെച്ചാണ് അല്ലേ പുള്ളിയുടെ തന്റെ അമ്മയെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹം പലിശക്കാരനാണ്. അപ്പോ കുബേര കേസ് പ്രകാരം പുള്ളിക്കെതിരെ കേസെടുക്കാൻ പോവാണ്. അപ്പം പുള്ളി എന്ത് ചെയ്തു? ഒരാളെ ഭാര്യയെ റേപ്പ് ചെയ്തു, ഒരാളെ അമ്മയെ റേപ്പ് ചെയ്തു എന്ന് പറയും. യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഈ ബോംബായിട്ട് ഉപയോഗിക്കുന്നതല്ലേ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത? എല്ലാ ആദരവും വെച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഒരു രാഷ്ട്രീയം അല്ലാതെ പറഞ്ഞോട്ടെ, അടുത്ത ആഴ്ച ബോംബ് വരും എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതിനേക്കാൾ വലിയ എന്തെങ്കിലും സ്ത്രീ വിരുദ്ധതയുണ്ടോ? ഇങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയം ചെയ്യേണ്ടത്? ഇതല്ലേ പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്നത്? ഇതിനേക്കാൾ വലിയ സ്ത്രീ വിരുദ്ധതയുണ്ടോ? ഇനി മറച്ചു വെച്ച് പറയുന്നത് എന്തിനാ? അങ്ങനെ ശ്രീ VD സതീശൻ പറയുന്നതിനെക്കാട്ടി വലിയൊരു സ്ത്രീ വിരുദ്ധത ഈ നാട്ടിലുണ്ടോ? നോക്കിക്കോ, വലിയൊരു ബോംബ് വരാനുണ്ട്. നമ്മൾ ശങ്കരാടിയിൽ നിന്ന് 1 ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല. സന്ദേശത്തിലെ ശങ്കരാടി എതിർ പാർട്ടിയിലെ ആൾക്കാരെ തേജോവധം ചെയ്യാൻ പെണ്ണ് കേസിൽ പെടുത്താന്ന് പറഞ്ഞതിന് 1 ഇഞ്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളല്ലേ? ഇനി അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായി നിങ്ങൾ ഇത് ആലോചിക്കണം. കാര്യം ഇല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാം റിസ്കിലാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും റിസ്കിലാണ്. കാര്യം നമുക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്താൽ നമ്മൾ എരിഞ്ഞു തീരും. അങ്ങനെ കേസുള്ള ഒരുപാട് പേരുടെ കേസുകൾ നേരിട്ട് ഡീൽ ചെയ്യുന്നതും മെന്ററിങ് ചെയ്യുന്നതും കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്താ ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് മെനക്കെട്ട് ബുദ്ധിമുട്ടി. കാരണം ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇവർക്ക് സ്വന്തമായിട്ട് കാശ് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മൾ കയ്യിൽ നിന്ന് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം എന്ന രീതിയിൽ നമുക്ക് അവരോട് വേറെ എന്ത് പിന്തുണയാണ് കാണിക്കാൻ പറ്റുക? ആർക്കെതിരെയും അങ്ങനെ വ്യാജ പരാതികൾ വരാം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കാര്യത്തിൽ പരാതി പോലും ഇല്ലാതെ പുറത്താക്കി, അതാണ് ഉറുമീസ് എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ട്?
അപ്പോൾ ഇത് ദയവായി നിങ്ങൾ ചിന്തിക്കുക. എല്ലാവരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കാര്യം ഇങ്ങനെ ഒരു ഇമോഷണൽ പറച്ചിലല്ലാതെ ഇവരുടെ ജീവിതത്തിൽ വേറൊന്നുമില്ല. ശ്രീ മുകേഷിനെതിരെ പ്രമുഖ ചാനലുകൾ വലിയ ഫ്ലാഷ് ന്യൂസും ബ്രേക്കിംഗും ഒക്കെ അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വന്നപ്പോൾ കൊടുത്തു. ഒരു ചാനലോ 2 ചാനലോ ഒഴിച്ച് ബാക്കി ആരും അദ്ദേഹത്തിന് അനുകൂലമായ പോലീസ് റിപ്പോർട്ട് കൊടുത്തപ്പം പോലും വന്നില്ല. അതുകൊണ്ട് ശ്രീ മുകേഷ് അടക്കം എല്ലാവരും 1-2 മിനിറ്റിൽ അവരുടെ സംക്ഷിപ്തമായി ലൈഫ് ഒന്ന് പറയുകയും ചെയ്യും. നമസ്കാരം. ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യ ടി എന്ന് പറഞ്ഞ നാഷണൽ ചാനലിൻ്റെ കേരള ബ്യൂറോ ചീഫായിരുന്നു. അതിനുശേഷമാണ് ഏരീസിൽ പോകുന്നത്, പിന്നെ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ ദുബായിലുള്ള സമയത്താണ് എനിക്കെതിരെ ഒരു പരാതി വരുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ദുബായിലുള്ള സമയത്താണ്. ഞാനൊരു 16-ാം തീയതി ദുബായിൽ ഒരു ഇവൻറ്റിന് ഇനോഗ്രേഷന് പോകുന്നു. പരാതി വരുന്നത് 22-ാം തീയതി. പക്ഷേ ഈ സംഭവം നടന്ന് 4 മാസത്തിന് ശേഷമാണ് ഈ പരാതി മറ്റുള്ള ചില ഇൻഫ്ലുവൻസേഴ്സ് തേർഡ് പാർട്ടി പരാതിയായിട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ പേരിൽ കേസെടുത്തു, വാർത്ത വന്നു, അന്വേഷണം നടത്തി 3 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് കോടതി റിപ്പോർട്ട് കൊടുത്തു. പോക്സോ എന്ന് പറഞ്ഞ സാധനം നടന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ സത്യയുടെ എല്ലാ ചാനൽസിലും വളരെ വ്യക്തമായി ബ്രേക്കിംഗ് ന്യൂസിൽ വന്നതാണ് മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ്. പക്ഷേ ഈ പോലീസ് മുകേഷ് നായർ നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആകെ 1-2 ചാനൽ മാത്രം വാർത്ത വന്നു. അത് ഒരു ക്ലിപ്പിങ് നമ്മൾ മറ്റേതൊക്കെ ആണെങ്കിൽ ഒരു 24 hours ഒക്കെ ഓടിയായിരുന്നു. ഇതൊക്കെ എനിക്കൊന്നൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, ഇദ്ദേഹത്തെയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഇദ്ദേഹത്തെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് ആ സ്കൂളിലെ ആൾക്കാർക്കെതിരെ നടപടി എടുത്തത്. ഇദ്ദേഹത്തെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് കാര്യം. പോക്സോ കേസിലെ പ്രതി സ്കൂളിൽ എന്ത് പോക്സോ കേസ്? ഇദ്ദേഹം ഒരു ആൽബത്തിൽ അഭിനയിച്ചതാണ്. ആ ആൽബത്തിൽ അഭിനയിച്ച കുട്ടിയുടെ പേരിൽ തേർഡ് പാർട്ടി വ്യാജ പരാതി പോയതാണ്. എന്തൊരു അന്യാണ്. വീട്ടിൽ മക്കളൊക്കെ ഇല്ലേ? ഇദ്ദേഹത്തിന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? കുടുംബക്കാരില്ലേ? ഇവിടെയാണ് എന്തെങ്കിലും ഒരു ഡിഫൻസ് വേണ്ടേ? നിങ്ങൾ ആലോചിക്കണം. ഇത് നിങ്ങൾക്ക് സംഭവിച്ചാൽ എങ്ങനെ പറ്റുമെന്ന് ആലോചിച്ചാൽ മതി. ഇദ്ദേഹത്തെ സോഷ്യൽ പരിപാടി വിളിച്ച സ്കൂളിന്റെ ആൾക്കാർക്കെതിരെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി. കാര്യം എല്ലാവർക്കും ആ കയ്യടി ഇഷ്ടമാണ്. ഞങ്ങൾ സ്ത്രീപക്ഷവാദികളാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നതിന് ഒരു കയ്യടി ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കെതിരെ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തല്ലോ. നമ്മുടെ ഷാരനെ ഗ്രീഷ്മ കൊന്നതിനെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത KR മീരക്കെതിരെ ഇതുവരെ FIR പോലും ഇട്ടിട്ടില്ല. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ FIR പോലും ഇട്ടിട്ടില്ല. നേരെ തിരിച്ച് രാഹുൽ ഈശ്വർ ഇരുന്ന്, മുകേഷ് നായർ ഇരുന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പെൺകുട്ടി അവരാണ് കൊന്നതിനെ ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യണം, ജാമ്യമില്ലാതെ ജയിലിലിടണം. ഒരു സംശയവുമില്ല. KR മീരക്കെതിരെ ഒരു FIR ഇട്ടിട്ടില്ല. എന്താ കാര്യം? അത് സ്ത്രീപക്ഷം, സർക്കാർ സ്ത്രീപക്ഷമാണ്. ഇത് അമിത ഫെമിനിസവും കപട ഫെമിനിസവുമാണ്. പറഞ്ഞു വരുന്ന ഇദ്ദേഹത്തെ എനിക്ക് പറയാനുള്ളത്, എന്തോ ഭാഗ്യത്തിന് എനിക്ക് അറസ്റ്റ് ഉണ്ടായില്ല. പ്രത്യേകിച്ച് ദുബായിലായതുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്ന മാനക്കേടും അല്ലെങ്കിൽ എത്ര ദിവസം എനിക്കെന്തോ ഫസ്റ്റ് ജാമ്യാപേക്ഷ കൊടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ജാമ്യം കിട്ടി. ആൻറ്റിസിപ്പേറ്ററി ജയിലിൽ കോടതി എനിക്ക് ജാമ്യം തരുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അതിന്റെ വാർത്ത പോലും ആരും കൊടുത്തില്ല. അനാവശ്യമായി ഫോഴ്സ്ലി ഡ്രാഗ്ഡ് ഇൻ ടു ദിസ് കേസ് എന്ന് പറഞ്ഞിട്ടാണ്, ആ ബേസിലാണ് എനിക്ക് ജാമ്യം തരുന്നത്. ജാമ്യ ഓർഡറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫോഴ്സ്ലി ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കൂടിയും അതിനുശേഷമാണ് എന്നെ ഈ പരിപാടിക്ക് വിളിക്കുന്നത്. ഒരു ജാമ്യം കിട്ടിയ ഒരാളാണല്ലോ, കോടതി ഇങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് കൂടിയും ആ ഗവൺമെന്റ് സ്കൂളാണ്, ആ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നടപടി നേരിടേണ്ടി വന്നത്. അവർ നമ്മളിലുള്ളൊരു താല്പര്യമോ വിശ്വാസമോ എന്തുകൊണ്ടായിരിക്കും വിളിക്കുന്നത്? കുട്ടികൾക്കുള്ള താല്പര്യം അതെല്ലാം കൊണ്ട് വിളിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് കൂടിയും ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പക്ഷേ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഒരുപാട് പൊതുപരിപാടികളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നില്ല. അറിയില്ല, മേ ബി നമ്മളൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ ഈ പറയുന്ന ഡാമേജുകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി കൊളംബോയിലായിരുന്നു, നമ്മുടെ ലോ അക്കാഡമി റെപ്രസെന്റ് ചെയ്ത് മിസ്യൂസ് ഓഫ് പോക്സോയെ കുറിച്ചിട്ട് ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ ഞാൻ പോയായിരുന്നു. അപ്പം രാഹുൽ ജിയുടെ ഇന്നത്തെ ഈ പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. കാരണം എനിക്കൊരു പ്രോബ്ലം ഉണ്ടായ സമയത്ത് ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ്. കാരണം ഇത് വ്യാജ പരാതിയാണ്, വ്യാജ കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കും. മുകേഷ് ധൈര്യമായിരിക്കും, അങ്ങനെ ആര് ചെയ്യും ഇന്നത്തെ കാലത്ത്? പുള്ളിയെ പണ്ട് TV വിയിലൊക്കെ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പുള്ളിക്ക് എന്താണ് എന്തെങ്കിലും അസുഖമുണ്ടോ, പ്രാന്തുണ്ടോ, ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്. സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ ആവശ്യകത എന്താണെന്ന്. എന്ന് പറഞ്ഞാൽ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്, സ്വന്തം അമ്മയ്ക്ക് വരുമ്പോഴേ എൻ്റെ വേദന അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ സ്വന്തം ജീവിതത്തിൽ ഒരു കേസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പുരുഷ കമ്മീഷൻ വേണം. അതിനുവേണ്ടി ഇത് എടുക്കുന്ന ഇനിഷ്യേറ്റീവ് അത് ഇതിനോട് കൂടെ ഞാനും വോളണ്ടറി ആയിട്ട് നിൽക്കുകയാണ്. നമ്മളെടുത്ത് ഡെയിലി വരുന്ന കോളുകൾക്ക് എന്നെ വിളിക്കാറുണ്ട്, രാഹുലിനെ വിളിക്കാറുണ്ട്.
ഇങ്ങനെ വ്യാജ കേസിൽ പെട്ടു, എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ വോളണ്ടറി ആയിട്ട് ഫ്രീ ആയിട്ട് നിയമോപദേശം കൊടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന അഡ്വക്കസി കൊടുത്ത് നമ്മളെ എത്തിക്കേണ്ട അടുത്ത് എത്തിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു നിയമപരമായ ഒരു കമ്മീഷൻ ഇല്ലെങ്കിലും വെർച്വലായിട്ട് ഒരു കമ്മീഷൻ നടത്തിക്കൊണ്ട് പോവുകയാണ് ഇദ്ദേഹവും ഞാനും ഒക്കെ. കാരണം ഒരു ഓഫീസില്ല, ഒരു പ്രസ്ഥാനമില്ല, ഒരു സ്ഥാപനമില്ല, ഒരു അതാണ് നമ്മുടെ ആവശ്യം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ്. എൻ്റെ മകൻ്റെ കാര്യം പറയാനാണ് വന്നത്. അവനിപ്പോൾ ദുബായിൽ നിങ്ങൾ സംസാരിച്ച് കേട്ടാണ്. എൻ്റെ മകനെതിരെയും ഇങ്ങനെ വ്യാജ പരാതി കൊടുത്തതാണ്. ഇത് കാരായിക്കുളത്ത് ഉബൈദുള്ള ഭാര്യ ലൈല. അദ്ദേഹം ഇപ്പോൾ മണ്ഡലം സെക്രട്ടറിയാണ് കോൺഗ്രസിൻ്റെ. ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഷിയാസിൻ്റെ അടുത്തും മറ്റേ GCC പ്രസിഡന്റ് ഷിയാസിൻ്റെ അടുത്തും അൻവർ സാദിൻ്റെ അടുത്തും VD സതീശിൻ്റെ അടുത്തും ബ്ലോക്ക് പ്രസിഡൻ്റെ അടുത്തും പരാതി കൊടുത്തപ്പോൾ പറഞ്ഞത് കോൺഗ്രസ്സുകാർക്കെതിരെ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ നടപടിയെടുത്താൽ ഞങ്ങളുടെ പാർട്ടിയിൽ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എനിക്കെതിരെ ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മകനെതിരെ നടത്തിയ കേസ് ഞങ്ങൾ പോരാടി കോടതിയിൽ റഫർ ചാർജ് പോലീസിന് കൊടുത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ രാഹുൽജിയുടെ കൂടെ വന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ മൻസൂർ എന്ന് പറയുന്നത് അവർക്ക് നിയമം അറിയില്ലായിരുന്നു, പാവങ്ങളായിരുന്നു. ഈ കേസിന് മുമ്പായിട്ട് 3 വർഷം മുമ്പ് ഇവർക്കെതിരെ ഈ മനാഫിന് എതിരെ ഈ ലൈല എന്ന് പറഞ്ഞ സ്ത്രീ പീഡിപ്പിച്ചെന്നും മൻസൂർ അവരുടെ ഭാര്യ മാതാവിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ കേസുണ്ടായിട്ട് 90 ദിവസം ഇവർ ഒളിവിലായിരുന്നു. ഇപ്പോഴും അവരുടെ കേസ് പോലീസ് അന്വേഷിച്ചിട്ടില്ല. അതിപ്പോഴും കോടതിയിൽ കൊടുത്തിട്ടില്ല. കേസ് പോലീസിൻ്റെ കയ്യിലിരിക്കുകയാണ്. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. എന്ത് അന്വേഷിക്കണം? 3 വർഷമായിട്ടും അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഇവർക്കൊരു PCC കിട്ടണമെങ്കിൽ കിട്ടില്ല. പാവപ്പെട്ടവരാണ് ഇവർ, അത്താഴപ്പട്ടിണിക്കാരാണ്, കൂലിപ്പണിക്കാരാണ്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വേണ്ടത് അന്വേഷിക്കാൻ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അന്വേഷിക്കണം. മാധ്യമ സുഹൃത്തുക്കൾ ഓരോ പാർട്ടിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന കൊള്ളരായ്മത്തരത്തിന് നിങ്ങൾ അന്വേഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് മൻസൂർ. ഞാൻ ഡെയിലി വേജസിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഫാദറിൻ്റെ ബ്രദർ സംബന്ധമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂവിൽ പോയിട്ട് ഫാദർ ഇടപെട്ടതിൻ്റെ പേരിലാണ് എനിക്കെതിരെ ഉബൈദുള്ളയുടെ ഉമ്മയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. ഫാദറിനെതിരെ ഉബൈദുള്ളയുടെ ഭാര്യയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു വ്യാജ പരാതി ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയുണ്ടായി. അതിനെതിരെ ഈ 3 വർഷമായി 2022 ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 3 വർഷമായി അതിനെതിരെ ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇതിൻ്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിച്ച് എനിക്ക് നീതി വാങ്ങിത്തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. മീഡിയയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അറ്റ്ലീസ്റ്റ് ഒരു ഫിൽറ്റർ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. വ്യാജ പരാതിയോ, ഇപ്പം പരാതി പോലും വേണ്ട, ആരോപണം വന്നോ എന്ന് പറയണം. വ്യാജ ആരോപണങ്ങളോ വ്യാജ പരാതിയോ വന്നാൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് അത് അറ്റ്ലീസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് പ്രതിരോധിക്കാനും കഴിയും. ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിധിന്യായമാണ്. നിങ്ങൾക്ക് ആ വിധിന്യായത്തിന്റെ പർപ്പസ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട്. അതായത് സ്വകാര്യത എന്ന അവകാശം അക്യൂസ്ഡിനുമുണ്ട്. ആ സ്വകാര്യതയെ ലംഘിക്കാൻ നമ്മൾ കഴിയരുത്. ആ പ്രിവസി അതും കൂടെ വേണം. കാര്യം ഇല്ലെങ്കിൽ ഇവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മുദ്ര കുത്തപ്പെടും. ഇങ്ങനെ വേട്ടയാടപ്പെട്ട ആളല്ലേ ഉമ്മൻചാണ്ടി സാർ, ഇങ്ങനെ വേട്ടയാടപ്പെട്ടതല്ലേ നിവിൻ പോളി. അവരുടെ ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ വർഷങ്ങൾക്ക് ശേഷവും നിവിൻ പോളി എന്ന് കേരളത്തിലായതുകൊണ്ട് നിവിൻ പോളി രക്ഷപ്പെട്ടു. കൂടെ 7 പേർക്കെതിരെ കൂടെ നിവിൻ പോളി ആൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്കെതിരെ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. എന്തന്വേഷിക്കാനാണ്? ഇനി 2 ശ്രീ മുകേഷ് അല്ലെങ്കിൽ MLA മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയെ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. നമ്മുടെ പോക്സോ കേസുണ്ട്. പോക്സോ ഇത് എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വലിയ ഈ വാർത്ത കൊടുത്തില്ല? ഇവര് എത്ര പേർക്കെതിരെയാ കേസ് കൊടുക്കുന്നത്? ആ പറയുന്ന സ്ത്രീ മുകേഷേട്ടനെതിരെ, സുധീഷിനെതിരെ, മുഹമ്മദ് കോയ്ക്കെതിരെ, ബാലേന്ദ്രൻ സാറിനെതിരെ 71 വയസ്സുള്ളൊരു മനുഷ്യനാണ്. ആ കേസിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ആണിനും അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. നമ്മുടെ ഏതെങ്കിലും നിലപാടോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ നമ്മളോട് വ്യക്തിപരമായ വിരോധമോ തീർക്കാൻ പെണ്ണ് കേസ് പെടുത്തുക എന്ന് പറയുന്നത് നിയമത്തോടും ഭരണഘടനയോടും മനുഷ്യത്വത്തോടുള്ള അവഹേളനമാണ്.